Hi friends, welcome back to my YouTube channel Nikki's Tips and Talks. ഇന്നത്തെ വീഡിയോ ആൽമണ്ട് ഓയിലിൻ്റെ ബ്യൂട്ടി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി യൂസസിനെ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഹംദർദിൻ്റെ 100% പ്യോർ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. പക്ഷേ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക 100% പ്യോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങി യൂസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് നല്ല റിസൾട്ടും കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% പ്യോർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും ലോങ് ലാസ്റ്റിങ്ങും സെറ്റ് പ്രൂഫും വാട്ടർ പ്രൂഫും ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. പക്ഷേ അത് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യേണ്ട കാര്യം വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യാറില്ല. ഇനി മേക്കപ്പ് റിമൂവേഴ്സൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ട്. സ്കിന്നിനെ ഹാം ചെയ്യാത്ത വിധം ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് മേക്കപ്പൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസിൽ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ലിപ്സിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഹുഡാ ബ്യൂട്ടിയുടെ ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഇത് ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു കോട്ടൺ പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് ആൽമണ്ട് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ആൽമണ്ട് ഓയിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് ഫുൾ വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനായിട്ട് ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ എടുക്കുക. ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ 2-3 ഡ്രോപ്സ് മാത്രം മതിയാവും. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്യുക. കൈവിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയിട്ട് കണ്ണിന് ചുറ്റും ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്ക് രാവിലെ വാഷ് ചെയ്ത് കളയാം. ഇനി ലിപ്സൊക്കെ വരണ്ട് പൊട്ടുന്നതൊക്കെ മാറാനായിട്ട് ഞാൻ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികമായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. ഇതെപ്പോൾ വേണമെങ്കിലും ലിപ്സിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ രാത്രി ഫുൾ ലിപ്സിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത്. ഇനി ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചുമ്മാ ആൽമണ്ട് ഓയിൽ മാത്രം അപ്ലൈ ചെയ്താലും നല്ലതാണ് കേട്ടോ. ഇനി ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് എപ്പോഴാണ് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ ഫേസിൽ സൺ ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത്. ഫേസിലും കഴുത്തിലും പറ്റുകയാണെങ്കിൽ നമുക്ക് കൈമലും കാലുമലൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇനി ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്കിൻ പോളിഷിങ് സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറുപയറിൻ്റെ പൊടിയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആൽമണ്ട് ഓയിൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അത് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഈ സ്ക്രബ് നമ്മളുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി നല്ല സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് സപ്പിൾ ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചുമ്മാ വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങളുടേത് എൻ്റേതുപോലത്തെ ഓയിലി സ്കിന്നാണെങ്കിൽ ആൽമണ്ട് ഓയിലിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ 1 ടീസ്പൂൺ അല്ലേ എടുത്തത്, അത് 1/2 ടീസ്പൂൺ ആയിട്ട് എടുക്കുക. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആണ് കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പോലെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറാനായിട്ട് ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ആൽമണ്ട് ഓയിൽ മാത്രം അപ്ലൈ ചെയ്താലും നല്ലതാണ്. കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കുറച്ച് ആൽമണ്ട് ഓയിലും മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹെയറിലും മുടിയുടെ അറ്റത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടും സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇനി മുടി വളരാനായിട്ട് എങ്ങനെയാണ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ നോക്കാം. ആൽമണ്ട് ഓയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹെയർ ഓയിൽ എടുത്തിട്ട് എത്രത്തോളമാണോ ഹെയർ ഓയിൽ എടുത്ത് അതിൻ്റെ പകുതി എമൗണ്ട് ആൽമണ്ട് ഓയിൽ എടുക്കുക. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുക. എണ്ണ എപ്പോഴും ഡയറക്റ്റായിട്ട് നമ്മൾ ചൂടാക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഇല്ലെങ്കിൽ എണ്ണയുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ മാറി അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ആവും, ഒരു ഗുണമില്ലാണ്ടാവും. അതുകൊണ്ട് ഏതൊരു എണ്ണയാണെങ്കിലും നമ്മളിങ്ങനെ വേണം ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മളുടെ ഫിംഗർ ടിപ്സ്, അതായത് വിരലിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഈ ഹെയറിൽ അപ്ലൈ ചെയ്യണം. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുടി നല്ല കണ്ടീഷൻ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും പിന്നെ ഭാവിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാനും നല്ലതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് അടിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.